24 ബ്രേക്കിംഗ് സംസ്ഥാനത്തെ ലേണേഴ്സ് പരീക്ഷ നടത്തിപ്പ് അവതാളത്തിൽ. സാരഥി വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് 2 ദിവസമായി ലേണേഴ്സ് പരീക്ഷകൾ മുടങ്ങി. നെറ്റ്വർക്ക് ഇഷ്യൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ വിശദീകരണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വരാനാണ് പറഞ്ഞത്. കാരണം സൈറ്റ് വർക്കാവുന്നില്ല, സൈറ്റ് ഡൗൺ ആണെന്നാണ് പറയുന്നത്. നെറ്റ് കംപ്ലൈൻ്റ് ആണെന്ന് ശനിയാഴ്ച ലേണേഴ്സ് ഇതാണ്. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, 2 ദിവസമായി ഈ പ്രശ്നം അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അനുപ, 2 ദിവസമായി പ്രശ്നം. അതായത് ഒരു RTO ഓഫീസിൽ സാധാരണഗതിയിൽ 70 മുതൽ 100 പേർ വരെ 100 അപേക്ഷകർ വരെയാണ് ഒരു ദിവസം ലേണേഴ്സ് എഴുതുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ സംസ്ഥാനത്ത് പ്രതിദിനം ശരാശരി 1000 മുതൽ 1500 വരെ ലേണേഴ്സ് പരീക്ഷകൾ എഴുതണം. പക്ഷേ ഇന്നലെ ഇന്നുമായി ലേണേഴ്സ് പരീക്ഷകൾ നടക്കുന്നില്ല. പരീക്ഷ നടത്തിപ്പ് തന്നെ അവതാളത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ ഈ സാരഥി പോർട്ടൽ മുഖേനയാണ് ഓൺലൈനായി ലേണേഴ്സ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പ് അങ്ങനെയാണ്. വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാർ കാരണമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി പരീക്ഷകൾ നടത്താൻ സാധിക്കാത്തത്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ വന്നതിന് ശേഷം അവർ അത് എഴുതാനാകാതെ മടങ്ങുകയാണ് പലയിടങ്ങളിലും. ഇവർ ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കയറിയാൽ എറർ എന്നാണ് കാണിക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. വലിയ ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ, അതുപോലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ഒക്കെ. ഇതുമായി ബന്ധപ്പെട്ട് MVD ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അവർ പറയുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. മാത്രമല്ല, നാഷണൽ ഇൻഫർമേഷൻ സെന്റർ NIC ആണ് ഈ പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത്. ഇത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പ്രശ്നം. ഈ സാങ്കേതിക തകരാർ കൃത്യമായി സമയബന്ധിതമായി പരിഹരിക്കാനും അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും സമയം വേണം, നെറ്റ്വർക്ക് ഇഷ്യൂ പരിഹരിക്കാൻ സമയം വേണമെന്നാണ് MVD പറയുന്നത്. പക്ഷേ ഈ ടെസ്റ്റ് എഴുതാൻ വന്നവരൊക്കെ ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലും കൂടിയാണ്. 2 ദിവസമായി നെറ്റ്വർക്ക് ഇഷ്യൂ തുടങ്ങിയിട്ട്. അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.